ഡോക്ടർ എഴുതാൻ ഗുളിക കിട്ടിയോ? എത്ര രൂപയായി? എല്ലാം 350 രൂപ. കുഴപ്പമില്ല. അപ്പം ഇന്ന് മുതൽ മരുന്ന് കഴിച്ച് തുടങ്ങാമല്ലേ? ഇനി എന്ന് പോകാനാണ് പറഞ്ഞത് ഡോക്ടർ? ഇനി ഈ ഗുളിക കഴിഞ്ഞിട്ട് പീരീഡ്സ് ആയി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം. അതിനു വേണ്ടി ഇനി പോവാൻ പൈസ കൂട്ടി വെക്കണം ഹോസ്പിറ്റലിൽ. ജോലിയും കുറവാണ്. ആഹാരം കഴിച്ചിട്ടാണോ ഗുളിക കഴിക്കുന്നത്? കഴിച്ചോ? ഞാൻ ആഹാരം കഴിച്ചു. ഹലോ, എനിക്ക് നല്ല വയറുവേദനയാണ്. ഒരു സേഫ്രി മേടിച്ചിട്ട് വരാവോ? പീരീഡ്സ് ആയി. ഇന്ന് തുടങ്ങി 3-ാമത്തെ ദിവസമാണ് നമുക്കിനി ഹോസ്പിറ്റലിൽ പോവേണ്ടത്. ശരി. കിട്ടിയോ? താങ്ക്സ്. 2 ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോവണ്ടേ? 2000 രൂപ മാത്രമേ ഉള്ളൂ. ഇനിയും വേണം 3000 രൂപ. അവിടെ പോകുമ്പോൾ സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, മരുന്നുകൾ, ഇതിനെല്ലാം കൂടെ 5000 രൂപ കൂടുതലാവും. നമ്മൾ എന്ത് ചെയ്യും? ആരുടെയെങ്കിലും കടം ചോദിച്ചാലോ? അതും ശരിയാ. നല്ല മഴയാണ്, ആർക്കും ജോലിയില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചോദിക്കണത് ശരിയാണ്. പിന്നെ എന്ത് ചെയ്യാനാ? പോയല്ലേ പറ്റൂ ആശുപത്രിയിൽ. ഉണ്ടല്ലോ. എന്റെ കയ്യിൽ ഈ മോതിരമുണ്ട്, അത് തരാം. ഇത് കൊണ്ടുപോയി പണയം വയ്ക്കും. അത് സാരമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ഒരു കുഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇത് മുടക്കുന്നതിൽ എന്താ പ്രശ്നമൊന്നുമില്ല. ഇത് കൊണ്ടുപോയി പണയം വയ്ക്കും. ഇത് 4000 രൂപ കിട്ടും. 2000 രൂപ ഉണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ കിട്ടും. എന്തായിരുന്നാലും നമ്മുടെ കാര്യം നടക്കട്ടെ. സ്വർണ്ണമൊക്കെ പിന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നമുക്ക് ദൈവം തന്ന വിധി ഇങ്ങനെയാണ്. നമ്മളെ പോലെ ഒരുപാട് സാധാരണക്കാര് ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ ചെലവിന് വെച്ചിരിക്കുന്ന പൈസ എടുത്തായിരിക്കും ഹോസ്പിറ്റലിൽ ഇതുപോലെ വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്നത്. അത് അവരുടെ വിധി. അത് നമ്മൾ സഹിച്ചാലേ പറ്റുള്ളൂ. അത് പക്ഷെ പെട്ടെന്ന് കിട്ടുന്ന ഒരാൾക്ക് അതിന്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. സമയമുണ്ട്. അപ്പൊ നടക്കും. നമ്മളതിന്റെ ഒപ്പം അങ്ങ് പോവുക. അപ്പൊ പോയി ഇത് പണയം വെച്ചിട്ട് വരാം.